നമസ്കാരം. അപ്പോൾ രാവിലെ 10 മണിക്ക് തുടങ്ങിയ ബ്ലോക്കാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാലും പോരാ, ആകെ ഇങ്ങോട്ട് എന്താ പറയുക, ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടാല്ല. ആകെ ഇങ്ങോട്ട് എന്താ പറയുക, വട്ടം തിരിഞ്ഞു എന്ന് പറയാം. ഇനി പക്ഷേ ഈ എന്താ പറയുക, ഓണത്തിൻ്റെ തിരക്കൊന്നുമല്ല, വേറെ ഒരു തിരക്കുമല്ല. ഇന്നിപ്പോൾ ശനിയാഴ്ചയായിട്ട് എന്താ തിരക്ക് എന്ന് പറഞ്ഞാലും പോരാ. ഇനിയിപ്പോൾ മറ്റേ എന്താ പറയുക, ഒന്നും പറയാല്ലതാ, വണ്ടികളും ബൈക്കുകളും കാറുകളും എല്ലാവരെയും കൊണ്ടും ഇങ്ങോട്ട് എന്താ പറയുക, ഭ്രാന്തായി. അപ്പോൾ ഇന്നിപ്പോൾ മണ്ണാർക്കാടത്തെ ട്രാഫിക്കിൻ്റെ പോലീസുകാർക്ക് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനും കൂടി സമയം കിട്ടിയിട്ടുണ്ടാവില്ല, അത്രയും തിരക്കാണെന്ന്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ബ്ലോക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും. കേരളത്തിലാണ് കൂടുതൽ വാഹനങ്ങൾ ഉള്ളതെന്ന്. കാരണം ഒരു കാറിൽ ഒരാളാണ്, അതായത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കാറ് റോഡിലേക്ക് ഇറങ്ങണത്. അപ്പോൾ ഇപ്പം തന്നെ ഇപ്പോൾ 10 മണി തൊട്ടിട്ട് അല്ലെ രാവിലെ തൊട്ടിട്ട് ഇപ്പോൾ സമയം എവിടെ മാറ്റി 5 മണിയായി. ഈ 5 മണി വരെ ശരിക്കും പറഞ്ഞാൽ എത്ര കാറുകൾ പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. എൻ്റെ മുന്നിൽ കിടക്കണതും ഇടതുവശത്ത് പോണതും വലതുവശത്ത് പാർക്കിംഗ് ചെയ്തിട്ടുള്ള കാറുകളിലൊന്നും ആളില്ല. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കാറ് റോഡിലേക്ക് ഇറങ്ങണത്. അതേപോലെ ഒരു ബൈക്കും ഒരാൾ, ഇനി അധികം വന്നു കഴിഞ്ഞാൽ 3 ആൾ അല്ലെങ്കിൽ 2 ആൾ. അപ്പോൾ എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ റോഡിൽ? പിന്നെ ചാലക്കുടി ദേശീയപാത തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ രാത്രി 10 മണി തൊട്ടിട്ട് എന്താ പറയുക, മുടിഞ്ഞ ബ്ലോക്കാണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, അത് എന്തായിരിക്കും എൻ്റെ ബ്ലോക്കിൻ്റെ ഒരു അവസ്ഥ. ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് റോഡിൻ്റെ മര്യാദകൾ പാലിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ വിദേശ രാജ്യത്തെക്കുറിച്ച് ഞാൻ പറയല്ല, പറഞ്ഞിട്ടും അവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഡ്രൈവിങ്ങുമാണ്, നല്ല റോഡുമാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ദുഷ്കരമായ റോഡാണ്. കുണ്ടും കുഴിയിലൂടെ വേണം നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ. പിന്നെ വേറൊന്ന്, പാർക്കിങ്ങിൻ്റെ സെക്ഷൻ, പാർക്കിങ്ങിൻ്റെ രീതി ശരിയല്ല. കാരണം എന്താ പറയുക, വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് തോന്നിയ മാതിരിയാണ്. അതിപ്പോൾ ബൈക്കായാലും കാറായാലും പിന്നെ വലിയ വലിയ ആഡംബര വാഹനങ്ങളൊക്കെയാണ് റോഡിൽ കൊണ്ടുവരുന്നതും. കാരണം അത് നിർത്താൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു 5 സെൻറ്റ് 10 സെൻറ്റ് സ്ഥലം വേണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ട്രാഫിക്കിൽ ബ്ലോക്ക് കൂടി വരിക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ബൈക്കുകാരെ കൊണ്ടാണ് ആകെ ബുദ്ധിമുട്ട്. കാരണം അവർ പാമ്പ് നേരെ പിടിക്കാൻ പോണ പോലെയാണ് അവർ പോവൽ. അതായത് ഒരു കൃത്യമായിട്ടൊരു ട്രാഫിക് ലൈന് ഇല്ലാതെയാണ് അവർ ശരിക്കും പോവാറ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ബ്ലോക്ക് ഇങ്ങനെ കൂടി വരികയല്ല ചെയ്യുക. അപ്പോൾ വൈകുന്നേരം ആയിട്ടും കൂടി ഇപ്പോൾ ബ്ലോക്കിന് ഒരു ശമനമില്ല. അപ്പോൾ അതൊരു ബൈക്കുകാരൻ വരുന്നുണ്ട്, ആ ലോറിയുടെ ഇടയ്ക്കിടെ വരുന്നത്. അത് വേറെ വല്ല വാഹനങ്ങളായിരുന്നെങ്കിൽ അതൊന്ന് തട്ടലും മുട്ടലൊക്കെ കഴിഞ്ഞാൽ നേരെ ടയറിൻ്റെ അടിയിൽ പോയിട്ട് അവൻ്റെ ഫ്ലക്സ് പടം നാളെ സോഷ്യൽ മീഡിയയിൽ വരും. അത് എനിക്ക് അങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ റോഡിലെ മര്യാദ പാലിക്കാൻ കഴിയാത്തവന് ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിലും പാലിക്കാൻ കഴിയില്ല. അതാണ് ശരിക്കുള്ളൊരു വശം. അപ്പോൾ ആ മുന്നേ പോകേണ്ടൊരു ഓട്ടോറിക്ഷക്കാരൻ വല്ലാണ്ട് ഓടടിച്ചു. ഞാൻ 2 തെറി പറയണമെന്ന് എത്തിയതാ. പിന്നെ വേണ്ട, വയസ്സിന് മൂത്തവരല്ലേ, അപ്പോൾ അത് കരുതിയിട്ട് നമ്മളത് ചെയ്യുന്നത് ശരിയല്ല. പിന്നെ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് സംഭവം ശരി തന്നെയാണ്, ഓട്ടം കിട്ടാൻ വേണ്ടി പായാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് ദേശീയപാത മണ്ണൂത്തിയിൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ സമയം ആൾക്കാർ രാത്രി 11 മണി തൊട്ട് രാവിലെ 10 മണി, ഇപ്പം ഈ സമയം വരെയായിട്ടും ബ്ലോക്ക് മാറിയിട്ടില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പം ഞാൻ ഇങ്ങനെ അട്ടപ്പാടി നെല്ലിപ്പുഴ നെല്ലിപ്പുഴയിൽ നിന്ന് ലെഫ്റ്റ്. അപ്പോൾ ഞാൻ ഈ ബ്ലോക്കിൻ്റെ സംഗതികളൊക്കെ നിങ്ങൾക്ക് കണ്ടു, കാര്യങ്ങൾ ഇനി പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളെ ഈ പൊതുജനങ്ങൾക്ക് ഒരു റോഡ് എങ്ങനെ ക്രോസ് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അവർക്ക് അതിന് നിയമങ്ങൾ അറിയാനായിട്ടാണോ ഇനിയിപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണോ ധൃതി കൊണ്ട് ചെയ്യണോ എന്നറിയില്ല. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കും സമയമല്ല കേട്ടോ, സമയത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. പക്ഷേ അതൊക്കെ വെറുതെ പറയാം കേട്ടോ. എല്ലാവർക്കും സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. റോഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ക്രോസ് ചെയ്യുമ്പോൾ എന്ന് മാത്രമല്ല, എല്ലാ തരത്തിലും ആളുകൾക്ക് എന്താ പറയുക സമയമുണ്ട്. സമയക്കുറവിൻ്റെ പ്രശ്നമല്ല ഇവിടെ, നമുക്കിവിടെ സൈഡാക്കാം. അവിടെ ആർക്കും നിന്ന് കൊടുക്കാൻ വയ്യ. റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാർക്കും നിൽക്കാൻ വയ്യ, ഡ്രൈവർമാർക്കും നിൽക്കാൻ വയ്യ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സമയത്തിന് നല്ല വില കൊടുക്കണം. സമയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് സമയം. പക്ഷേ നമ്മൾ കാണിക്കേണ്ട മര്യാദ, ഞാൻ വലിയൊരു മര്യാദക്കാരനായിട്ട് പറയില്ല, ഞാനൊക്കെ ഫുള്ള് കൂതറയാണ്. കൂതറ എന്ന് പറഞ്ഞാലും പോരെ, ലോക കൂതറ. കോർപ്പറേറ്റുകൾ ഇന്ത്യ വിടുക. അവിടെ ഇടതുവശത്ത് ഒരു ഫ്ലക്സ് വെച്ചിട്ട് എന്തൊക്കെ പ്രതിഷേധമാണ് തോന്നുന്നുണ്ട്. കോർപ്പറേറ്റുകാർ ഇന്ത്യ വിടുക എന്നാണ് പറയുന്നത്. അതിലിപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് പറഞ്ഞാൽ മനസ്സിലായില്ല, എന്തായിക്കോട്ടെ. അപ്പോൾ റോഡിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ ട്രാഫിക് പോലീസിനൊക്കെ നല്ല അടങ്ങാറാവുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ജീവിതം. ഇവിടെ ആ ടൗണ് ഭാഗത്ത് ബ്ലോക്കില്ല, ഇവിടെ ആശുപത്രിപ്പടി ജംഗ്ഷൻ്റെ അവിടെയും ബ്ലോക്കില്ല. അപ്പോൾ മെയിനായിട്ടുള്ളത് എവിടെ അറിയോ, ബസ് സ്റ്റാൻഡ് പള്ളിപ്പടി തൊട്ടിട്ട് കോടതിപ്പടി ഇറക്കം വരെയാണ്. അപ്പോൾ നല്ല ബ്ലോക്ക്. കാരണം അവിടെയാണ് കൂടുതൽ ആളുകൾ വരുന്നത്, വാഹനങ്ങൾ വന്ന് കുമിഞ്ഞു കൂടുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടും തിരക്കുണ്ടാവും. അപ്പോൾ ആ മുന്നിൽ പോണ ഒരു ബൈക്കുകാരൻ, ഓനെ ഏത് സൈഡിലേക്കാണ് ഇൻഡിക്കേറ്റർ ഇട്ടതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഓനിങ്ങനെ തിരഞ്ഞ് നടക്കുകയാണ്, ഓൻ്റെ പെണ്ണുങ്ങളാ തോന്നുന്നുണ്ട്. അപ്പോൾ ഓനെ കുറേ നേരമായി അങ്ങോട്ട് നടക്കണം തോന്നുന്നുണ്ട്. അപ്പോൾ കട ഇങ്ങനെ ഇത് തിരഞ്ഞ് നടക്കുകയാണ്. ഇതൊക്കെയാണ് ബ്ലോക്കിൽ വരുന്ന പ്രധാന കാരണങ്ങൾ കേട്ടോ. കാരണം എന്താ, 1 സെക്കൻഡ് 2 സെക്കൻഡ്, 1 സെക്കൻഡ് 5 ആവും, 5 10 സെക്കൻഡ് ആവും. അങ്ങനെ അത് 60 സെക്കൻഡ് ആകുമ്പോൾ ഭയങ്കര ബ്ലോക്കാവും. അപ്പോൾ അവിടുന്ന് ഒരു ആംബുലൻസ് പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം ആംബുലൻസിന് കൂടി വഴി കൊടുക്കില്ല. ആംബുലൻസിന് പോലും വഴി കൊടുക്കാത്ത മലയാളികളാണ് ചേറ്റകൾ.
അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മലയാളികൾക്ക് എത്രത്തോളം അഹങ്കാരം ഉണ്ട് എന്നുള്ളത്. വളരെ കഷ്ടം തന്നെ കേട്ടോ. അപ്പം ഞാനും വലിയൊരു അഹങ്കാരി തന്നെയാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, മുന്നിൽ പോയിട്ടൊക്കെ ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? ഇന്നോവ പിന്നെ പന്നോവയോ ഇതിനൊക്കെ അഹങ്കാരത്തിലാണ് ഡ്രൈവ് ചെയ്യുന്നതേ. ഇനിയിപ്പോൾ മറ്റുള്ള പ്രാദേശിക വാർത്തകളിലൊന്നും നമുക്ക് പോകണ്ട. ഇവിടെ തന്നെ ഇഷ്ടംപോലെ വാർത്തകളുണ്ട്. എന്തിനാ നമ്മളിനി പുറലോകം കാണുന്നത്? ചെറിയൊരു മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. ഒന്നാമത് ശ്രദ്ധക്കുറവാണ് കേട്ടോ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ ഡ്രൈവിങ്ങിന് ലൈസൻസ് കൊടുക്കണ സ്കൂളുകാരെ കുറിച്ചിട്ടും അതേപോലെ ഇത് ലൈസൻസ് കൊടുക്കണ RTO ഉദ്യോഗസ്ഥന്മാരും പണം മാത്രമേനാണ് അവർ ലക്ഷ്യം. തീർച്ചയായിട്ടും പൈസ മാത്രം. അതിപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴൊന്നും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമല്ലല്ലോ. ആ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അപ്പോൾ അനുഭവിക്കാൻ കുറേ കിടക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് കിടക്കുന്നുണ്ട്. മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സൗകര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആൾക്കാർക്ക് നിൽക്കാൻ സമയമില്ല. ഇത് വേഗം എത്തിപ്പിടിക്കണം എന്ന്. എനിക്ക് ഓണം ആയോ എന്നൊക്കെ തോന്നുന്നു. ഓണത്തിൻ്റെ തിരക്കാണ് ഇപ്പോൾ. ഉത്രാടപ്പാച്ചിൽ അറിയില്ലേ, അതേപോലെയാണ് ഇപ്പോൾ. ഇവിടെ ബീവറേജിൽ തിരക്ക് ഭയങ്കര കൂടുതലാണ്. ഞാൻ കുറച്ച് മുന്നേ പോയിരുന്നു കേട്ടോ. നമുക്കൊക്കെ ഇങ്ങനെയുള്ള ഓട്ടങ്ങളെ വരുള്ളൂ കാര്യമായിട്ട്.